بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد. അമലുകളുടെ നിയ്യത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങളെ മൂന്നായിട്ട് തിരിച്ചു ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. മആസി, താആത്ത്, മുബാഹാത്ത്. മാസിയത്തുകളെ കുറിച്ചുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞു, താഅത്തുകളെ കുറിച്ചും പറഞ്ഞു. ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുബാഹാത്തിനെ കുറിച്ചാണ്. ഹലാലായ കാര്യങ്ങൾക്ക് നിയ്യത്ത് കൊണ്ട് ഇബാദത്താകും എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഇപ്പോൾ ഒരു അമലിന് പല നിയ്യത്ത് ചെയ്യാം. അതിൻ്റെ ഉദാഹരണമായിട്ട് അദ്ദേഹം പറഞ്ഞത് പള്ളിയിൽ പോകുമ്പോൾ ചെയ്യേണ്ട നിയ്യത്തിനെ കുറിച്ചാണ്. ഇതെങ്ങനെ പറഞ്ഞു വെച്ചത്, പിന്നെ പള്ളിയിൽ പോകുമ്പോൾ ഗീബത്തിൻ്റെ വാതിൽ അടയ്ക്കുക എന്നുള്ളതിനെ ഉദ്ദേശിക്കാം. കാരണം പള്ളിയിൽ അതില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ടാകും. അപ്പോൾ അല്ലാഹു തആല ഗീബത്തിൻ്റെ ദുർഗന്ധത്തിൽ നിന്ന് അല്ലാഹു തആല ആ പള്ളിയിൽ പോകുന്ന കാരണമായിട്ട് അള്ളാഹു എന്ത് ചെയ്യും? അവരെ കാക്കും. അവർ അള്ളാഹുവിനെ സൂക്ഷിക്കും അതിൻ്റെ കാരണമായിട്ട്. ഒരാള് ഗീബത്തിന് വഴിയൊരുക്കി, അയാൾക്ക് ഗീബത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കും. അതോടുകൂടി ഗീബത്തിന് വഴിയൊരുക്കി, അഥവാ അയാൾ കാരണമായിട്ടാണ് ഗീബത്ത് മറ്റുള്ളവർ പറയുന്നത് എങ്കിൽ അവൻ ശരീക്കും ഫി തിൽക്കൽ മാസിയത്തി, ഈ പാപത്തിൽ അവനും പങ്കാളിയാണ്. ആ ഗീബത്തിന് വഴിയൊരുക്കുന്ന ഒന്നും ഇവൻ ചെയ്യരുത് എന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. ഗീബത്തിന് വഴിയൊരുക്കുന്ന ഒരു കാര്യം ചെയ്തു, അതുവഴി ജനങ്ങൾ ഗീബത്ത് പറഞ്ഞു, ഇവൻ ഗീബത്ത് പറഞ്ഞില്ല, എന്നാൽ അത് കാരണമായി ഇവൻ കാരണക്കാരനായ നിലയിൽ അയാളും അതിൽ പങ്കാളിയാകും എന്നാണ് മഹാൻ പറഞ്ഞത്. അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞു. കമാക്കയില പറയപ്പെട്ടതുപോലെ, ഇദാ തറഹൽത അൻ ഖൗമിൻ വഖദ് ഖദറു അല്ലാ തുഫാരിഖഹും ഫർറാഹിലൂനഹും. ഇദാ തറഹൽത അൻ ഖൗമിൻ, ഒരു ഖൗമിനെയും വിട്ട് നീ യാത്ര ചെയ്തു, ആ ഖൗമിൽ നിന്ന് വിട്ടുമാറി യാത്ര ചെയ്തു. വഖദ് ഖദറു, അവർക്ക് കഴിവുണ്ട്, അല്ലാ തുഫാരിഖഹും, നീ അവരിൽ നിന്നും വേറുപെടാതിരിക്കാൻ, അഥവാ നിന്നെ വേറുപെടുത്താതിരിക്കാൻ, നീ പോകാതിരിക്കാൻ അവർക്ക് സാധിക്കും. അവർ പറഞ്ഞാൽ നീ കേൾക്കും. അങ്ങനെ ആയിരിക്കെ അവരൊന്നും പറഞ്ഞില്ല, നീ പോകുന്നതിന് അവർ കാരണക്കാരായി എങ്കിൽ ഫർറാഹിലുന, യഥാർത്ഥത്തിൽ പോയത് ഹും, അവരാണ്, നീയല്ല. കാരണം അവർ നീ അവിടെ നിന്ന് വിട്ടുമാറുന്നതിന് കാരണക്കാരായി. അപ്പോൾ സ്നേഹിതന്മാര് നിന്റെ യാത്രയ്ക്ക് വേണ്ട, നിന്നെ നിരാശനായി വിട്ടുമാറുന്നതിന് കാരണക്കാരനായി. അപ്പൊ അവിടെ യഥാർത്ഥത്തിൽ നീയല്ല പോയത്, അവരാണ് പോയത്. കാരണം അവർക്ക് നിന്നെ പിടിച്ചു നിർത്താമായിരുന്നു. അതുപോലെയാണ് ഈ പറഞ്ഞത്, ഗീബത്തിന് നീ കാരണക്കാരനായി, അപ്പോ അതിൽ നീയും പങ്കാളിയാവും. വഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ഫയസുബ്ബുല്ലാഹ അദ്വൻ ബിഗൈരി ഇൽം. വലാ തസുബ്ബു, നിങ്ങൾ ചീത്ത പറയരുത്, അല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി, അള്ളാഹുവിനെ കൂടാണ്ട് അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വസ്തുക്കളെ നിങ്ങൾ ചീത്ത പറയരുത്. അങ്ങനെ പറഞ്ഞാൽ ഫയസുബ്ബുല്ലാഹ, അവർ തിരിച്ച് അള്ളാഹുവിനെ ചീത്ത പറയും, അദ്വൻ, ശത്രുതയോടുകൂടെ, ബിഗൈരി ഇൽമിൻ, അവർക്ക് വിവരമൊന്നുമില്ല. അവരുടെ ദൈവങ്ങളെ നമ്മൾ ചീത്ത പറഞ്ഞാൽ രക്ഷിതാവായ അള്ളാഹുവിനെ അവർ ചീത്ത പറയും. അതുകൊണ്ട് നിങ്ങൾ അതിന് കാരണക്കാരാവരുതെന്നാണ് ഈ ആയത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്. അത് തന്നെയാണ് ഗീബത്തിന്റെ വിഷയത്തിലും മഹാനും പറഞ്ഞു. അശാറ ബിഹി, ഈ ആയത്തോട് അദ്ദേഹം അല്ലാഹു തആല ഇഷാറ ചെയ്തു, ഇലാ അന്ന തസബ്ബുബ ഇല ശർരി, ഷർറിലേക്ക് കാരണമുണ്ടാക്കുക എന്നുള്ളത് ഷർറുൻ, അതും ഒരു ഷർറാണ്. ഇയാൾ കാരണമായിട്ടൊരു ഷർറുണ്ടായെങ്കിൽ അതിന് കാരണക്കാരൻ്റെ ആളാണല്ലോ, ആ കാരണമുണ്ടാക്കിയതും ഒരു ഷർറാണ്. അപ്പൊ ഗീബത്ത് നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതിനെ കരുതാം പള്ളിയിൽ പോകുന്നതുകൊണ്ട്. പിന്നെ എന്തിനെ കരുതാം? വഅൻയഖ്സിദ ബിഹി, ആ പള്ളിയിൽ പോകൽ കൊണ്ട് അയാൾക്ക് കരുതാം മുആലജത ദിമാഗിഹി, അയാളുടെ ദിമാഗ് ശുദ്ധമാകുന്നതിന്, ലിതസീദ ബിഹി ഫതനതുഹു, അത് കാരണമായി അയാളുടെ ബുദ്ധി വർദ്ധിക്കും, വദക്കാഹു, ബുദ്ധികൂർമ്മത അയാളുടെ വർദ്ധിക്കും, വയസ്ഹലു അലൈഹി,
അയാളുടെ മേൽ എളുപ്പമാകും. ദർക്കു മുഹിമ്മാത്തി ദീനിഹി, അയാളുടെ ദീനിന്റെ മുഖ്യമായ കാര്യങ്ങളെ കണ്ടെത്തലൊക്കെ എളുപ്പമാകും. ബിൽ ഫിക്രി, ചിന്തിക്കൽ കൊണ്ട്. അപ്പോ പിന്നെ ഇവിടെ പള്ളി പോകുന്ന കാര്യമല്ല പറഞ്ഞ്, അത്തർ പൂശുന്ന കാര്യമാണ് പറഞ്ഞത്. എനിക്ക് വിട്ടുപോയി. അത്തർ പൂശുമ്പോൾ ഉള്ള കാര്യമാണ് പിന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ അത്തർ പൂശുന്നത് കൊണ്ട് പിന്നെ അങ്ങനെ ഒരു നീയത്ത് വെക്കുകയാണെങ്കിൽ അത്തർ പൂശുന്നത് കാരണമായി അങ്ങനെ ഒരു നീയത്ത് വെച്ചു. എങ്ങനെ? എൻ്റെ ദിമാഗ് ക്ലിയർ ആകണം, എൻ്റെ ബുദ്ധിയെല്ലാം വർദ്ധിക്കണം, അത് കാരണമായി ദീനിൻ്റെ ഫിക്ർ, ദീനിൻ്റെ മുഹമ്മായ കാര്യങ്ങൾക്ക് അർത്ഥമാക്കാൻ എനിക്ക് എളുപ്പമാകണം. അങ്ങനെ ചിന്തിക്കാം ഈ അത്തർ പൂശുന്നത് കൊണ്ട്. ഫഖദ് ഖാല ശാഫിഈ റഹിമഹുല്ലാഹ്, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ താബ റീഹുഹു സാദ അഖലുഹു, ഒരാളുടെ ഗന്ധം ശുദ്ധമായാൽ, സുഗന്ധമായി കഴിഞ്ഞാൽ, സാദ അക്കലു, അത് കാരണം അവൻ്റെ അക്കല് വർദ്ധിക്കും. ഫഹാദ, ഇതും അംസാലു, ഇതുപോലുള്ളതെല്ലാം, മിനന്നിയാത്ത്, നിയ്യത്തുകളാൽ ഇതുപോലുള്ളതെല്ലാം, ലാ യഹ്ജുസുൽ ഫഖീഹ്, ഒരു പണ്ഡിതൻ അശക്തനാവുകയില്ല, അൻഹ, ഈ നിയ്യത്തുകളെ തൊട്ട്. എപ്പോഴ്? ഇദാ കാനത്ത് തിജാറത്തുൽ ആഖിറത്തി വ തലബുൽ ഖൈരി ഗാലിബത്തൻ, ആഖിറത്തിന്റെ കച്ചവടവും അതുപോലെ തന്നെ ആ ഖൈറിനെ തേടലുമായാൽ, ഗാലിബത്തിന് അലാ കൽബി, അയാളുടെ കൽബിൽ അതാണ് ഗാലിബായി മികച്ചു നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഫഖീഹിന് തീർച്ചയായും ഈ നീയത്തിൽ നിന്നും എന്താകത്തില്ല, അശക്തി ഉണ്ടാവുകയില്ല, അയാൾ ഈ നീയത്തൊക്കെ ചെയ്യും. ഇനി വൈദാലം യഗ്രിബ് അലാ കൽബിഹി, അയാളുടെ കൽബിൽ മികച്ചില്ലെങ്കിൽ, ഇല്ല നഈമുദ്ദുന്യ, ദുന്യാവിന്റെ അനുഗ്രഹം മാത്രം, എന്നാൽ ലം തഹ്ദുർഹു, അയാൾക്ക് ഹാജരാകത്തില്ല, ഹാദിഹി നിയ്യത്ത്, ഈ നീയത്തൊന്നും വരത്തില്ല. വൈൻ ദക്കർത്തലോ, നീ അയാൾക്ക് പറഞ്ഞു കൊടുത്താലും ശരി, പറഞ്ഞു കൊടുത്താലും ലം യംബഇസ് ലഹ, ഈ നീയത്തിന് വേണ്ടി പ്രേരിതമാവുകയില്ല, കൽബുഹു, അവന്റെ കൽബ്. അപ്പൊ ഫലാ യകൂനു മഅഹു, അവനോടൊപ്പം ഉണ്ടാവുകയില്ല, മിൻഹ, ഈ നീയത്തിൽ നിന്നും, ഇല്ലാ ഹദീസുൻ നസ്ബ്, വെറും മനസ്സിന്റെ വ്യവഹാരമല്ലാണ്ട് ഒന്നും ഉണ്ടാവുകയില്ല. വലൈസ ദാലിക, അതല്ല, മിനൻ നിയ്യത്തി, നീയത്തൊന്നും, ഫീ ഷൈഇൻ, ഒന്നിലുമല്ല, മനസ്സിന്റെ വ്യവഹാരമായിട്ട് നടക്കൽ നീയത്തിൽപ്പെട്ട ഒന്നും തന്നെയല്ല. വൽ മുബാഹാത്തു കസീറത്തുൻ, എന്നിട്ട് അദ്ദേഹം പറയാണ്, ഹലാലായ കാര്യങ്ങൾ ധാരാളമുണ്ട്. വലാ യുംകിനു ഇഹ്സാഉ നിയ്യാത്തി ഫിഹ, അവകളിലുള്ള നീയത്തിനെ ക്ലിപ്തപ്പെടുത്തൽ സാധ്യമല്ല. എത്ര നീയത്ത് ചെയ്യാമെന്നുള്ളത് ക്ലിപ്തപ്പെടുത്താൻ സാധ്യമല്ല. അതുകൊണ്ട് ഫഖിസ് ബിഹാദൽ വാഹിദി, ഈ ഒന്നുകൊണ്ട്, ഇവിടെ അത്തർ പൂശുക എന്നുള്ളത് പറഞ്ഞില്ലേ, അത് പിന്നെ ഹലാലായ കാര്യമാണ്. അതുകൊണ്ട് നീ ഖിയാസാക്കും, ഇതല്ലാത്തതിനൊക്കെ ഖിയാസാക്കിക്കോ. ഒരു ഹലാലിൽ ഒരുപാട് നല്ല നീയത്ത് വെക്കാം. വലിഹാദ, ഇക്കാരണത്താൽ കാല ബഅദുൽ ആരിഫീന മിനസ്സലഫി, മുൻഗാമികൾപ്പെട്ട ഒരു ആരിഫ്, മഹാനായ ഒരു ആരിഫ് പറഞ്ഞു, ഇന്നി അസ്തഹിബ്ബു, ഞാൻ ഇഷ്ടപ്പെടുന്നു, അയ്യക്കൂനി, എനിക്ക് ഉണ്ടാകണമെന്ന്, ഫീ കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളിലും നീയത്ത് ഉണ്ടാകണമെന്ന്, ഹത്താ ഫീ അക്ലി വ ശുർബി വ നൗമി, എൻ്റെ തീറ്റയിലും എൻ്റെ കുടിയിലും എൻ്റെ ഉറക്കത്തിലും വരെ നല്ല നീയത്ത് ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ഇഷ്ടപ്പെടുന്നു. ദുഖൂലി ഇലൽ ഖലാ, ഞാൻ ഖലായിലേക്കുള്ള എൻ്റെ പ്രവേശനത്തിലും വരെ എൻ്റെ നീയത്ത് ഒന്നാകണം, നല്ല നീയത്ത് ഉണ്ടാകണം, എനിക്ക് നല്ല നീയത്ത് വരണമെന്ന് ഞാൻ ഇഷ്ടപ്പെടുന്നു. കുല്ലു ദാലിക, ഇതെല്ലാം തന്നെ മിമ്മ, ഒന്നിൽപ്പെട്ടതാണ്, യുംകിനു, സാധ്യമാകും, ഈ പറയപ്പെട്ട എല്ലാ കാര്യങ്ങളും, തീറ്റ, കുടി, ഉറക്കം, ദുഖൂലുൽ ഖലാ, ഇതെല്ലാം തന്നെ മിമ്മ, ഒന്നിൽപ്പെട്ടാണ്, യുംകിനു, സാധ്യമാകും, അൻ യുഖ്സദ ബിഹി, അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടൽ, അത്തഖർറുബു ഇലല്ലാഹ്, അള്ളാഹുവിലേക്കുള്ള അടുപ്പത്തെ. കാരണം അന്ന കുല്ലമ, എല്ലാ ഓരോ കാര്യവും, ഹുവാദ സബബുൻ ലി ബഖാഇൽ ബദനി, ശരീരത്തിന്റെ ശേഷിപ്പിന് കാരണമാണ്, അങ്ങനെയുള്ള എല്ലാ കാര്യവും. ഫറാഗുൽ ഖൽബി, ഖൽബ് എല്ലാ മറ്റ് വികല ചിന്തയിൽ നിന്നും ഫാരിഗാകുന്നതിനും, ബദന് ബഖാഇ ഉണ്ടാകുന്നതിനും കാരണമാകുന്ന എല്ലാ കാര്യങ്ങളും, മിൻ മുഹിമ്മാത്തുൽ ബദനി, ശരീരത്തിന്റെ മുഖ്യ കാരണങ്ങളാൽ, മുഖ്യമായ കാര്യങ്ങൾ, പിന്നെ തീറ്റ, കുടി, ഇതുപോയി പറഞ്ഞ ഇതുപോലുള്ള കാര്യങ്ങൾ, പിന്നെ അതുവഴി അയാളുടെ കൽബ് അത്തരം ചിന്തയിൽ നിന്നും ഫാരിഗാകുന്നു, ശരീരത്തിന് നിലനിൽപ്പ് കാരണമാകും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഫഹുവ മുഈനുൻ അലദ് ദീനി, ദീനിന്റെ മേൽ അവനെ സഹായിക്കുന്നതാണ്. ഇതെല്ലാം തന്നെ ഹലാലായ കാര്യങ്ങളാണ്. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നിലനിൽപ്പില്ല, ഉറങ്ങിയില്ലെങ്കിൽ നിലനിൽപ്പില്ല. ഫമൻ, അപ്പോൾ ഒരാള് ഖസദഹു, അയാൾ ഉദ്ദേശിച്ചു, ഫമൻ, ഒരാൾ ഖസ്ദുഹു, അയാളുടെ ഉദ്ദേശം, മിനലാക്കി, തീറ്റിയാനുള്ള അയാളുടെ ഉദ്ദേശം, അത്തഖവ്വി അലൽ ഇബാദത്ത്, ഇബാദത്തിൽ ശക്തി ഉണ്ടാവലാണ്. വമിനൽ ബിക്കാഹി, സ്ത്രീ പുരുഷ സംസർഗത്തിനാൽ അയാളുടെ ഉദ്ദേശം തഹ്സീനു ദീനി, അയാളുടെ ദീനിനെ സുരക്ഷിതമാക്കലാണ്.
തതീബു കൽബി അഹ്ലിഹി, അയാളുടെ ഭാര്യയുടെ കൽബിനെ പിന്നെ സന്തോഷിപ്പിക്കലാണ്. തവസ്സുലു ബിഹി, അതുകൊണ്ട് അയാൾ എത്തിച്ചേരലാണ് ഇലാ നസ്ലിൻ സാലിഹിൻ, നല്ല ഒരു പരമ്പരയിലേക്ക്. യഅ്ബുദുല്ലാഹ ബഅദഹു, ഇയാൾക്ക് ശേഷം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ഒരു പരമ്പരയിലേക്ക് എത്തിച്ചേരുക. അപ്പൊ തക്സുർ ബിഹി, അങ്ങനെ അത് കാരണമായി വർദ്ധിക്കും ഉമ്മത്ത് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഒരാൾ നിയ്യത്ത് ചെയ്താൽ, തീറ്റ കൊണ്ട് തക്കവ്വി ഇബാദത്തിൽ ശക്തി പ്രാപിക്കുന്നതിനെ നിയ്യത്ത് ചെയ്തു. സ്ത്രീ പുരുഷ ബന്ധം കൊണ്ട് ഈ പറഞ്ഞ സ്വാലിഹായ സന്താനങ്ങൾ ഉണ്ടാകണം. അത് അന്ത്യനാൾ വരെ, ഖിയാമത്ത് നാൾ വരെ അള്ളാഹുവിനെ വഴിപ്പെടുന്ന ആൾക്കാരുണ്ടാവണം. അള്ളാഹു റസൂലിന്റെ ഉമ്മത്തികൾ വർദ്ധിക്കണം. ഇങ്ങനത്തെ നിയ്യത്ത് വെച്ചാൽ അവനാകുന്നതാണ് ആ മൻ എന്നുള്ളതിന്റെ ജവാബാണ്, അല്ലെങ്കിൽ മൻ മൗസൂല അതിന്റെ ഖബർ. അവനാകും മുത്തിയൻ, അവൻ വഴിപ്പെടുന്നവനാകും. ബ്യാക്കിലിഹി, അവന്റെ തീറ്റ കൊണ്ടും, നിക്കാഹ്, അവന്റെ നിക്കാഹ് കൊണ്ട് ഉദ്ദേശിച്ച് ജിമാഹ്, അതുകൊണ്ടും അവൻ അള്ളാഹുവിന് വഴിപ്പെട്ടവനായിട്ട് മാറും. വാഗലബു ഹുദൂദിൻ നഫ്സി, നഫ്സിന്റെ ഹല്ലുകൾ, ഓഹരികൾ, അതിലേറ്റവും മികച്ചത് അൽ അക്കുലു, ഭക്ഷണവും, വൽ ബിക്കാഹും, സ്ത്രീ പുരുഷ ബന്ധവുമാണ്. കസ്തുൽ ഖൈരി ബിഹിമ, ഇത് രണ്ടുകൊണ്ടും ഖൈറിനെ ഉദ്ദേശിക്കൽ ഖൈറു മുംതനഉൻ, തടസ്സമില്ലാത്തതാണ്. ആർക്ക്? ലിമൻ, ഒരാൾക്ക്, ഗലബ അലാ ഖൽബിഹി, അയാളുടെ കൽബിൽ മികച്ചു, ഹമ്മുൽ ആഖിറത്തി, ആഖിറത്തിനെ കുറിക്കുന്ന ചിന്ത. ആഖിറത്തിനെ കുറിക്കുന്ന ചിന്ത ആരുടെ കൽബിൽ മികച്ചുവോ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഈ ഖൈറിനെ ഉദ്ദേശിക്കുക എന്നുള്ളത് തടസ്സമല്ല ആഖിറത്തിന്റെ ഹമ്മ മികച്ച ആൾക്ക്. വലുതാർക്ക് ഇക്കാരണത്താൽ എമ്പകി അത്യാവശ്യമാകും അയ്യുഹ്സിന നിയ്യത്തഹു, അവന്റെ നിയ്യത്തിനെ അവൻ നന്നാക്കൽ. മഹ്മാ ലാഹലഹു മാലുൻ, അവന് സ്വത്ത് നഷ്ടപ്പെട്ടാൽ നിയ്യത്തിന് നന്നാക്കണം. വയക്കൂലാൻ പറയണം ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ വഴിയിലാണ് പോയത്, പോട്ടെ, അള്ളാഹുവിന്റെ വഴിയിൽ നിയ്യത്ത് ചെയ്യണം. വൈദാ ബലഗു, അവൻ എത്തിയാൽ യഗ്തിയാബ് ഖൈരി, മറ്റൊരാൾ ഗൈബത്ത് പറഞ്ഞു എന്നുള്ളത്, ഒരാൾ ഗൈബത്ത് പറഞ്ഞു എന്നുള്ളത് വിവരയാക്കി കിട്ടി. എന്നാൽ ഫൽ യുതയ്യിബ് ഖൽബു, അയാളുടെ കൽബിനെ അവൻ ശുദ്ധിയാക്കട്ടെ. എങ്ങനെ? ബി അന്നഹു സയഹ്മിലു സയ്യിആതുഹു, സയഹ്മിലു സയ്യിആതിഹി, ഫസയഹ്മലു സയ്യിആതുഹു, സയഹ്മിലു, ആ ഗൈബത്ത് പറഞ്ഞ ആള് ചുമന്നുകൊണ്ട് പോകും സയ്യിആതി, ഇയാളുടെ തിന്മകളെ. വസ തുൻകലു ഇലാ ദീവാനിഹി, എങ്ങനെ? ഇയാളുടെ ദീവാനിലേക്ക് നീക്കി എഴുതപ്പെടും ഹസനാത്തു, അയാളുടെ നന്മകളെ എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് അവൻ അവന്റെ കൽബിനെ ശുദ്ധിയാക്കണം. വൽ എൻബി ദാലിക, ഇതിനെ അവൻ കരുതണം. ബി സുക്കൂത്തി, അവന്റെ സുക്കൂത്തോട്, അതിൽ ജവാബി, മറുപടി പറയുന്നതിന് തൊട്ട് സുക്കൂത്ത്. എന്തിനു വേണ്ടി ആയിരിക്കണം? പേടിച്ചിട്ടല്ല മറുപടി പറയാത്തത്, മറിച്ച് ഈ ഒരു നല്ല നിയ്യത്ത്, എനിക്ക് അവന്റെ നന്മ കിട്ടും, എന്റെ തിന്മകൾ അങ്ങോട്ട് പോകും, ഈ നല്ല നിയ്യത്ത്. ഫിൽ ഖബരി, ഹദീസിലുണ്ട്, ഇന്നൽ അബ്ദ, ഒരു അടിമ, ല യുഹാസബു, അയാളോട് ചോദ്യം ചെയ്യപ്പെടും, അയാളെ അങ്ങനെ ഫതബ്തുലു അഅമാലുഹു, അയാളുടെ അമലുകളൊക്കെ ബാത്തിലാവും ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ. ലിദുഖൂലി ആഫത്തി ഫി, അതിൽ ആഫത്തുകൾ പ്രവേശിച്ച കാരണത്താൽ ആ ഇബാദത്തുകളിൽ ആഫത്തുകൾ വന്നു, അങ്ങനെ അമലെല്ലാം ബാത്തിലാവും. അങ്ങനെ യസ്തൗജിബൻ നാറ, അയാൾ നരകത്തിനെ നിർബന്ധമാക്കുന്നവനാകും. സുമ്മ, പിന്നീട് യുൻഷറുലഹു, അയാൾക്ക് വിതറി നൽകപ്പെടും. പിന്നെ അമാലി സ്വാലിഹാത്തി, സാലിഹത്തായ അമലുകളാൽ ഒന്നിനെ യസ്തൗജിബിഹി, അയാൾ അതുകൊണ്ട് നിർബന്ധമാക്കുവാൻ ജന്നത്തെ, സ്വർഗത്തിന്. അയാളെ പരിശോധിച്ചു, അയാൾ ചോദ്യം ചെയ്ത അവസാനം അയാളുടെ അമലുകളൊക്കെ തീർന്നു, ഇനി അമലൊന്നുമില്ല, നരകത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ. പിന്നീട് അയാൾക്ക് വേറെ അമലുകൾ ചൊരിഞ്ഞു നൽകപ്പെടുന്നു, സ്വർഗത്തിലേക്ക് എത്താൻ പറ്റുന്ന. അപ്പൊ ഫയതഅജ്ജബ്, ഇയാൾ അത്ഭുതപ്പെടും, ഇതെവിടെ നിന്നാ കിട്ടുന്നത്? ഫയഖൂലു, പറയും, യാ റബ്ബി ഹാദിഹി അഅമാലുൻ, ഇത് ചില അമലുകളാണല്ലോ പഠിച്ചവനെ, മാ അമിൽതുഹാ, ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല, ചെയ്തതാണെങ്കിൽ ബാത്തിലായിപ്പോയി. ഫയഖാൽ, അപ്പൊ പറയപ്പെടും, ഹാദിഹി, ഇത് അഅമാലുല്ലദീന, ഒരു വിഭാഗം ആൾക്കാരുടെ അമലുകളാണ്. യഗ്താബൂക, അവർ നിന്നെ ഗൈബത്ത് പറഞ്ഞു, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വആദൗക, അവർ നിന്നെ ഉപദ്രവിച്ചു. വലമുക, നിന്നെ അവർ ആക്രമിച്ചു, അതിന്റെ അമലുകളാണെന്ന് പറയും. അവൻ അങ്ങനെ രക്ഷപ്പെടും. ഫിൽ ഖബരി, ഹദീസിലുണ്ട്, ഇന്നൽ അബ്ദ, ഒരു അടിമ, ലയുവാഫി യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ അവൻ വരും, ബി ഹസനാത്തിൻ, ഹസനത്തുകളുമായി, അംസാലൽ ജിബാൽ, മലകളെപ്പോലുള്ള അമലുകളുമായി. ലൗ ഖലുസത്ത് ലഹു, അതവനെ രക്ഷപ്പെട്ട് കിട്ടിയാൽ ലദഖല ജന്നത്ത, സ്വർഗത്തിലേക്ക് പോകും. പക്ഷേ ഫയഹത്തി, അവൻ വരും, ഏതവസിൽ വഖദൽ അലമഹാദ, അവൻ ഇന്നയാളെ ആക്രമിച്ചു, ശത്തമഹാദ, മറ്റേയാളെ ചീത്ത പറഞ്ഞു, ലറബഹാദ, ഇയാളെ അടിച്ചു, അങ്ങനെ വരും. അപ്പൊ എന്താവും? ഫയുഖ്തസ്സു ലിഹാദ, ഇയാൾക്ക്
പിന്നെ പ്രതികാരമായി നൽകപ്പെടും മിൻ ഹസനാത്തിഹി, ഇയാളുടെ നന്മയിൽ നിന്നും. വലിഹാദ, മറ്റേയാൾക്ക് നൽകപ്പെടും അയാൾക്ക് മിൻ ഹസനാത്തി, അയാളുടെ നന്മയിൽ നിന്നും. ഹത്ത, അങ്ങനെ ലാ എബുക്കാലോ, ഇയാൾക്ക് ശേഷിക്കത്തില്ല ഹസനത്തിന്, ഒരു നന്മയും ശേഷിക്കുകയില്ല, ആള് കൂടുതലും ബാക്കിയുണ്ട്. അപ്പൊ തക്കൂലുൽ മലായിക്കത്ത്, മലക്കുകൾ പറയും ഖദ്ഫനിയത്ത് ഹസനാത്തുഹു, പിന്നെ നന്മകളൊക്കെ തീർന്നല്ലോ പഠിച്ചവൻ, ഇനി എന്ത് ചെയ്യും? ഇപ്പൊ ബത്തിയ താലിബൂന, ആവശ്യക്കാരും ഇവനിൽ നിന്ന് പ്രതികാരം ആഗ്രഹിക്കുന്നവർ ബാക്കി നിൽക്കുകയാണ്. അപ്പൊ യഖൂലുല്ലാഹു തആല, അള്ളാഹു പറയും അൽക്കു അലൈ, അവന്റെ മേൽ നിങ്ങൾ ഇട്, മിൻ സയ്യിആതീം, ആ ബാക്കി നിൽക്കുന്നവരുടെ തിന്മകളെ അങ്ങോട്ടിട്. എന്നിട്ട് സുമ്മ സുക്കൂ ലഹു സക്കൻ ഇലന്നാരി, എന്നിട്ട് നിങ്ങൾ അവന് ഒരു സീറ്റ് തയ്യാറാക്കുക, എവിടെ? നരകത്തിലേക്ക് ഒരു സീറ്റ് തയ്യാറാക്കുക എന്ന് അള്ളാഹു താല പറയും. അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ, ഗീബത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മറ്റുള്ളവരുടെ മറ്റുള്ളവർ നമ്മുടെ അമലുകളെ കാർന്നു തിന്നാണ്ട് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എപ്പോഴും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ഖൽബിനെ എല്ലാം നമ്മൾ ശുദ്ധിയാക്കുക. അള്ളാഹു താല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.